വലിയ വലിയ ഗർത്തങ്ങളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഈ സൈഡ് ബാരിക്കേഡിൻ്റെ വർക്കുകൾ നടക്കണേ ഉള്ളൂ. ഈ ഒരു പ്രകമ്പനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. താഴെ ഭാഗത്ത് ആ വയലിൽ വരെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വാഹനം 1-2 വാഹനങ്ങൾ കൂടി കിടന്നിരുന്നു. അത് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് തോന്നുന്നു. മറ്റൊരു വാഹനം ഇവിടെ താഴെ ആയിട്ടുണ്ട്. മേലെയാണ് റോഡ് കേട്ടോ. ഏകദേശം ഒരു 5-6 മീറ്ററോളം താഴേക്ക് മൊത്തം നിലം പതിച്ചിട്ടുണ്ട്. ഹായ് ഹലോ ഫ്രണ്ട്സ്, ബുള്ളറ്റ് മാനുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ NH-66 സൈഡിലായിട്ടാണ്. മലപ്പുറം കൂരാട് ഭാഗത്താണ്. കുളപ്പുറത്തിൻ്റെയും കൂരാടിൻ്റെ ഇടയിലായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. താഴത്തേക്ക് ഇടിഞ്ഞിട്ടുള്ള രംഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത്. സെൻറ്ററിൽ ഏകദേശം ഒരു 10-15 മീറ്ററോളം ഹൈറ്റിലാണ് ഉള്ളത്. ഇവിടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു മനോഹരമായിട്ടുള്ള വയലിൻ്റെ സെൻട്രലായിട്ടാണ് ഈ ഒരു റോഡ് കടന്നു പോണത്. കൂരാട് ഭാഗത്തുകൂടെ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം. ഇവിടുത്തെ ഈ ഒരു ഭൂപ്രകൃതി മനസ്സിലാക്കാതെയാണോ റോഡിൻ്റെ നിർമ്മാണം എന്നറിയില്ല. കാരണം ശരിക്കും സത്യത്തിൽ ഇതിലൊരു പാലം കടന്നു പോയേക്കാണെങ്കിൽ ഇത്രത്തോളം അപകടം ഉണ്ടാവുമായിരുന്നില്ല. കാരണം അത്രയും ഹൈറ്റിലാണ് ഇവിടെ ഈ റോഡ്. ഈ ഒരു 45 മീറ്ററിൽ ഈ നാഷണൽ ഹൈവേ കടന്നു പോണത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ KNRൻ്റെ വർക്കാണിത്. ഇടിമുഴിക്കൽ മുതൽ വെട്ടിച്ചിറ വരെയുള്ള ഭാഗങ്ങൾ. അതിൻ്റെ ഇടയിൽ വർക്ക് ജോലിക്കാരാണ്. ഇപ്പോൾ ഇവർ ഉച്ചഭക്ഷണത്തിന് പോയ സമയത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റോഡിൻ്റെ സെൻറ്ററിൽ നിന്ന് പകുതി ഒരു ഭൂമി കുലുക്കത്തിൻ്റെ ഒരു പ്രതീതിയിൽ താഴേന്ന് ഇളകി പോയിട്ടുള്ളതാണ്. സർവീസ് റോഡിലും അതുപോലെ തന്നെ സർവീസ് റോഡിനും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. താഴെ ഭാഗത്ത് ഭൂമിയിലോട്ടും ഒരു ചെറിയൊരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ എത്രത്തോളം മണ്ണിട്ട് പൊക്കിയൊരു സ്ഥലമായതുകൊണ്ടായിരിക്കാം പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാലവർഷം കഴിയുമ്പോഴാണ് ഏകദേശം ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു ഉറപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ കേരളത്തിലൂടെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു റോഡ് കടന്നു പോണത്. ഇത്രയും വീതിയിലും നീളത്തിലൊക്കെ ആയിട്ടുള്ള റോഡ് കടന്നു പോണത്. 20ഓളം റീച്ചുകളിലായിട്ടാണ് നമ്മളെ ഈ റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. 17 പുതിയ ബൈപ്പാസുകളോട് കൂടിയിട്ടുള്ള ഈ നാഷണൽ ഹൈവേ തലപ്പാടി മുതൽ കാസർഗോഡ് തലപ്പാടി മുതൽ കന്യാകുമാരി വരെ നീളുന്ന 650 കിലോമീറ്റർ നീളത്തിൽ നമ്മൾ ഈ റോഡ് കടന്നു പോകുമ്പോൾ ഇത് ഏകദേശം 4-5 സംസ്ഥാനത്തിലൂടെ കടന്നു പോണ NH-66 ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഹൈവേ തന്നെയാണ്. ടോട്ടൽ നമ്മൾ ഈ നാഷണൽ ഹൈവേൻ്റെ നീളം എന്ന് പറയുന്നത് 1650 കിലോമീറ്ററാണ്. പനവേൽ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ഈ 4-5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ. ഇതിൽ കേരളത്തിലൂടെയാണ് നമ്മൾ തലപ്പാടി മുതൽ കന്യാകുമാരി വരെ 650 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ 45 മീറ്ററിൽ സർവീസ് റോഡുകൾ, അതുപോലെ തന്നെ ട്രക്ക് ബേ ലൈനേഴ്സും ഫുട്പാത്തുകൾ, അതുപോലെ ഡ്രൈനേജുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള റോഡാണ്. ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളും 110 സ്പീഡാണ് നിർമ്മിത വേഗത എന്ന് പറയുന്നത്. അത് നമ്മുടെ കേരളത്തിൽ എത്രത്തോളം പ്രാബല്യമാണെന്നറിയില്ല. ഇതിൻ്റെ ഈ ഒരു റോഡിൻ്റെ സെൻട്രലായിട്ട് തന്നെ 2 പാലങ്ങളുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 10-15 മീറ്ററോളം ഹൈറ്റിൽ ഇങ്ങനെ പൊക്കി വന്നപ്പോൾ ഇതിൻ്റെ മണ്ണ് താങ്ങാൻ പറ്റാതെയാണോ ചിലപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അപാകതകളാണോ എന്താണെന്നറിയില്ല. ഏതായാലും റോഡ് ഇടിഞ്ഞിട്ടുണ്ട്. നാഷണൽ ഹൈവേ പൂർണ്ണമായിട്ടും ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. പല ട്രാൻസ്പോർട്ട് വാഹനങ്ങളും തിരിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ പോകാനുള്ള ഏക നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞത് ഈ ഒരു NH-66. കാരണം തൃശ്ശൂർ ഭാഗത്തേക്കും കോട്ടക്കൽ ഭാഗത്തേക്കും എല്ലാ വാഹനങ്ങളും ഇവിടെ കുളപ്പുറം ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വേങ്ങര കൂരാട് ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് തിരിച്ചു വിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എത്ര ദിവസത്തോളം ഈ ഒരു ഗതാഗതം അല്ലെങ്കിൽ സ്തംഭിക്കുന്നു അല്ലെങ്കിൽ എന്ന് ഇത് പുനർനിർമ്മിക്കാൻ പറ്റും എന്നുള്ളത് സാധ്യമല്ല. കാരണം ഒരു റോഡ് നിർമ്മാണത്തിലെ ജോലിക്കാരാണ് നടന്നു പോണത്. ഇവർ ജോലി നിർത്തിയിട്ട് നടന്ന് പോകാൻ തോന്നുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ എത്ര ദിവസം ജോലി ഉണ്ടാവും എന്നറിയില്ല. മനോഹരമായിട്ടുള്ള ഈ വയൽ ഞാൻ പിന്നെ പറയാൻ കാരണം അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു കൂരാട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇതിൻ്റെ സെൻട്രലായിട്ട് 2 ചെറിയ പാലങ്ങൾ വരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വയഡക്റ്റ് പാലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ ആണെങ്കിൽ ഇത്രത്തോളം ഒരു അപകടം കുറക്കാമായിരുന്നു. കാരണം അത്രയും ഹൈറ്റിൽ മണ്ണിട്ട് എത്രത്തോളം അടിത്തറ സേഫ്റ്റി ആണെന്ന് അറിയില്ല.
ഈ നാഷണൽ ഹൈവേയിലെ വർക്ക് നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരുപാട് ജോലിക്കാർ പിരിഞ്ഞു പോകണതും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഉപകരണങ്ങൾ എല്ലാം ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, ഈ ഒരു ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കൂരാട് കുളപ്പുറം ഭാഗത്തുള്ള ഈ ഒരു മണ്ണിടിച്ചിൽ കാരണം ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിട്ടുണ്ട്. ഒരൊറ്റ വാഹനങ്ങൾ കടത്തി വിടില്ല. അതുപോലെ തന്നെ തൃശ്ശൂർ അതുപോലെ കോട്ടക്കൽ ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ കുളപ്പുറത്തുനിന്ന് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റോഡിൻ്റെ ഈ ഒരു അപകടം കാരണം ഇനി എത്രത്തോളം, ഞാൻ പറഞ്ഞല്ലോ എത്രത്തോളം ദിവസമാണ് ഇത് അടച്ചിടേണ്ടി വരിക എന്നും ഇതിലെ യാത്രാ സംവിധാനം പുനഃസ്ഥാപിക്കാൻ എത്രത്തോളം ദിവസം എടുക്കുമെന്ന് അറിയില്ല. കാരണം ഇതിപ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് റോഡിൻ്റെ ദൃശ്യങ്ങൾ. കാരണം അത്രത്തോളം ഹൈറ്റിൽ പൊന്തിയ സ്ഥലത്താണ് ഇടിഞ്ഞിട്ടുള്ളത്. ഞാൻ പ്രത്യേകം പറയുകയാണ് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, കാരണം ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെടട്ടെ. ഓക്കെ, ബൈ.